കുറച്ചു കാലം മുമ്പ് വരെ എല്ലാ ഫോണുകളിലും ഒരു ക്യാമറ മാത്രം ഉണ്ടായിന്. പിന്നെ നമുക്കറിയാം 2 ക്യാമറയുള്ള ഫോൺ വന്ന്, 3 ക്യാമറയുള്ള ഫോൺ വന്ന്, 4 ക്യാമറയുള്ള ഫോൺ വന്ന്, എന്തിനാരോ പറയണം 5 ക്യാമറ വരെയുള്ള ഫോൺ ഇന്ന് മാർക്കറ്റിലുണ്ട്. നമ്മൾ ഓരോ കമ്പനീൻ്റെ സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും വ്യത്യസ്ത രീതിയിൽ ഈ ക്യാമറകളൊക്കെ ഫിറ്റ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്യാമറകളൊക്കെ നമ്മൾ വേർതിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മെയിൻ ക്യാമറ, 2 അൾട്രാ വൈഡ്, 3 ഡെപ്ത് സെൻസർ, 4-മതായിട്ട് മാക്രോ ലെൻസ്, 5-മതായിട്ട് ടെലിഫോട്ടോ ലെൻസ്. യഥാർത്ഥത്തിൽ ഈ ക്യാമറകളൊക്കെ എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള ഫോണ് 4 ക്യാമറ ഉള്ള ഫോണേക്കാരം, അല്ലെങ്കിൽ 5 ക്യാമറ ഉള്ള ഫോണേക്കാരം, അല്ലെങ്കിൽ 3 ക്യാമറ ഉള്ള ഫോണേക്കാരം. നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ ഉപയോഗം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ കീസിലിട്ട് നടന്നിട്ട് എന്തായിട്ട് കാര്യം? 2 ദിവസം മുമ്പ് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു. ഞാനൊരു ഒരു മൊബൈൽ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിനി. അതിൻ്റെ താഴെയായിട്ടൊരു കമൻറ്റ് വന്നു, 4 ക്യാമറ ഉള്ള ഫോണാണെന്ന് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഈ ക്യാമറയുടെ ഉപയോഗങ്ങളൊന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ ആയിട്ട് എടുക്കാനുള്ള കാരണം. ഈ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ പല ആളുകളോടും സംശയം ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് 4 ക്യാമറ ഉള്ള ഫോണല്ലേ, ഇതിൻ്റെ ഈ ക്യാമറയുടെ ഉപയോഗം എന്താണ്? ഇങ്ങനെ ചോദിച്ചിട്ട് ഒരാൾക്കും അറിയില്ല. എല്ലാവരും ഈ ഫോണും കീസയിലിട്ട് നടക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഈ ക്യാമറയുടെ ഉപയോഗം എന്താണെന്നുള്ളത് അവർക്കൊന്നും അറിയില്ല. എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വക സംശയങ്ങൾ കംപ്ലീറ്റ് തീരുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പം വരുന്ന സ്മാർട്ട് ഫോണുകളിൽ 1, 2, 3, 4, 5 ക്യാമറകളുള്ളത് എന്തിനൊക്കെയാണ്, ഇത് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. നമ്പർ 1 മെയിൻ ക്യാമറ. മെയിൻ ക്യാമറ എന്തിനാണെന്നുള്ളത് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും സാധാരണ എല്ലാവർക്കും ഒരു വസ്തുവും അറിയാത്ത ആളുകൾ ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറ, അത് മെയിൻ ക്യാമറ ആയിരിക്കും. കാരണം ഓരോ ഫോണിലും എഴുതിയിട്ടുണ്ടാവും 64 മെഗാ പിക്സൽ, അല്ലെങ്കിൽ 48 മെഗാ പിക്സൽ, അല്ലെങ്കിൽ 32 മെഗാ പിക്സൽ, അല്ലെങ്കിൽ 25 മെഗാ പിക്സൽ, അല്ലെങ്കിൽ 13 മെഗാ പിക്സൽ, അല്ലെങ്കിൽ 8 മെഗാ പിക്സൽ. ഈ ഒരു രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. അത് മെയിൻ ക്യാമറ. ആ മെയിൻ ക്യാമറ വഴിയാണ് നമ്മൾ ഓരോ ഫോട്ടോയും എടുക്കുന്നത്. അപ്പം മെയിൻ ക്യാമറൻ്റെ ക്ലിയറിനനുസരിച്ചുണ്ടാവും നമ്മൾ എടുക്കുന്ന ഫോട്ടോൻ്റെ ക്ലാരിറ്റി എന്ന് വേണം പറയാം. അപ്പോൾ മെയിൻ ക്യാമറ നമ്പർ 1. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഡെപ്ത് സെൻസറാണ്. ഡെപ്ത് സെൻസർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു പറ്റ കുറഞ്ഞ ഫോണുകളിലൊന്നും കാണാറില്ല. നമുക്ക് ഒരു 10,000 റുപ്യേൻ്റെ മേലുള്ള ഫോണുകളിലൊക്കെ ഇപ്പം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 10,000, 12,000 റുപ്യേൻ്റെ ഫോണുകളിലൊക്കെ വരുന്നുണ്ട് ഡെപ്ത് സെൻസർ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഉപയോഗമാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി നമുക്ക് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡെപ്ത് സെൻസർ വേണം. നമ്മൾ ഫോണിൻ്റെ ക്യാമറ 48 മെഗാ പിക്സലോ അല്ലെങ്കിൽ 64 മെഗാ പിക്സലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ആ ക്യാമറ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു സാധനത്തിന് മാത്രം ഫോക്കസ് ചെയ്യാനേ കഴിയുള്ളൂ. പക്ഷേ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർ വേറിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഡെപ്ത് സെൻസർ ശരിക്കും വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഡെപ്ത് സെൻസർ പ്രത്യേകം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫോണിൽ സാധാരണഗതിയിൽ ഫോക്കസ് അല്ലെങ്കിൽ ലൈവ് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷനുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വ്യക്തിനാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിൻ്റെ ഫേസ് മാത്രം നല്ല ഭംഗിയിൽ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായി നിൽക്കും. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഫോണിൽ ഉപയോഗിക്കുന്ന ക്യാമറയാണ് ഡെപ്ത് സെൻസർ. നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആളുകളും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല പ്രൊഫഷണൽ ലുക്കിൽ നമുക്ക് തോന്നിക്കുന്ന ചില ഫോട്ടോസ് ഉണ്ടാവും. നമ്മൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൃത്തികേടായിട്ടിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ആ വ്യക്തിനെ മാത്രം ക്ലിയർ ചെയ്തിട്ട്, അതായത് ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ബ്ലറായി മാറ്റുക. ഇപ്പോൾ സാധാരണ ഈ ഡെപ്ത് സെൻസർ ഇല്ലാത്ത ഫോണിൽ നമ്മൾ അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും ബ്ലറാവില്ല, ആ ഒരു വ്യക്തിൻ്റെ ഫോക്കസ് മാത്രമാവുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഫോക്കസും അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായും കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെപ്ത് സെൻസർ നമ്മളെ ഫോണിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 ക്യാമറയുടെ കാര്യം പറഞ്ഞു, മെയിൻ ക്യാമറേണ്ടത് പറഞ്ഞു, ഡെപ്ത് സെൻസറിൻ്റെ പറഞ്ഞു. മൂന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് ആംഗിൾ ക്യാമറ അല്ലെങ്കിൽ അൾട്രാ വൈഡ് ക്യാമറ. വ്യത്യസ്ത കമ്പനികൾ വ്യത്യസ്ത പേരിലാണ് ഈ സാധനം അറിയപ്പെടുന്നത്. 2 ക്യാമറ ഉള്ള ഫോണുകളിലൊക്കെ ഈ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗം തന്നെയാണ്. നമ്മൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സംഗതികൾ കൊള്ളണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാം. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഒരു ഉപയോഗം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലി പിക്ചർ എടുക്കണം. ഫാമിലി പിക്ചർ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ ഉണ്ടാവും. അതായത് വലിയൊരു ഫാമിലിൻ്റെ കാര്യമാണ് പറയുന്നത്. വലിയൊരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിനൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ ഈ ഫോട്ടോയിലുണ്ടാവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണ ഒരു ക്യാമറ കൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തികളെ കംപ്ലീറ്റ്ലി നമ്മൾക്ക് അതിൽ കൊള്ളൂല. കാരണം നമ്മൾ ഒരുപാട് ബാക്കിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ബാക്കിൽ സ്ഥലമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ മുറിച്ച് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മികർജ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പണ്ടെടുത്തതിനെ പോലെ പനോരമ പിക്ക് എടുക്കേണ്ടി വരും. പനോരമ പിക്ക് എടുത്താൽ ഒരു കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് വൈഡ് ആംഗിൾ ക്യാമറ. ഒരൊറ്റ പിക്ചറിൽ തന്നെ
ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ളതാണ് വൈഡ് ആംഗിൾ ക്യാമറയുടെ പ്രത്യേകത. നമുക്ക് അതിൻ്റെ മാറ്റം ശരിക്കും അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഫോട്ടിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് നമുക്കതിൽ കൊള്ളിക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഈ അൾട്രാ വൈഡിൽ എടുത്ത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കംപ്ലീറ്റിൽ ആളുകളെ നമുക്കതിൽ കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രത്യേകം അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ക്യാമറ എടുത്തിട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. സൂം ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ക്യാമറ അത് സ്വിച്ച് ആവും. അതായത് നമ്മൾ മെയിൻ ക്യാമറയിൽ നിന്ന് അൾട്രാ വൈഡിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്യാമറ സ്വിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ പോയാണ്ട് അൾട്രാ വൈഡ് ക്യാമറ ഓൺ ആക്കണ്ടേ അങ്ങനത്തെ ഒരു സംവിധാനമൊന്നുമില്ല. സാധാരണ ക്യാമറയിൽ പോയിട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുന്നതോട് കൂടി തന്നെ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മാറും. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ടെലിഫോട്ടോ ലെൻസാണ്. ടെലിഫോട്ടോ ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫോണുകളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഉപയോഗം ഇവിടെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ടെലിഫോട്ടോ ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വിട്ടിക്ക് നമുക്ക് സൂം ചെയ്തിട്ട് ആ ഒരു സാധനത്തിന് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമുക്ക് പറയാൻ പറ്റും ക്രിക്കറ്റ് അല്ലെങ്കിൽ വേറെയുള്ള ഫുട്ബോളുകളിലൊക്കെ നമ്മൾ ആ പന്ത് തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബാറ്റ് ചെയ്യണ സമയത്ത് ആ സ്പോട്ടിൽ നമ്മൾ ആ വ്യക്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ബ്ലറാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഭവത്തിന് ഒരുപാട് ദൂരത്തുനിന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഒന്നും ലഭ്യമല്ല. ഇല്ല എന്ന് നമ്മൾ പറയണില്ല. കാരണം വില കൂടിയ ഫോണുകളിലൊക്കെ ഇതുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇത് ഒരു പരിധി വരെ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയൊരു തോതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം മാക്സിമം സൂം കിട്ടിയാലും ചിലതൊക്കെ ഫോക്കസ് ഉണ്ട്. പക്ഷേ ഇതിലുള്ള ഈ ഒരു ക്യാമറയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ലൈറ്റ് കിട്ടിയെങ്കിൽ മാത്രമാണ് ഈ ഒരു ക്യാമറ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ലൈറ്റിങ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മെയിൻ ക്യാമറയിലേക്ക് സ്വിച്ച് ആവും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഫോക്കസ് കിട്ടില്ല എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് പറയാനുള്ളത് മാക്രോ ലെൻസാണ്. മാക്രോ ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാരന് ഉപയോഗമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പക്ഷേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആളുകളാണ്, ഫോട്ടോഗ്രാഫിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇങ്ങനത്തെ ആളുകൾക്ക് ഈ അഞ്ചാമത്തെ ഈ ക്യാമറയോട് നമുക്ക് നല്ലൊരു ഉപയോഗമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോൻ്റെ ഭംഗി, അതായത് ചെറിയൊരു വസ്തുവിനെ നമ്മളൊരു ഫോട്ടോ എടുക്കുക. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേനൻ്റെ നിബിനെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഉറുമ്പിൻ്റെ ഫോട്ടോ എടുക്കുക, നമുക്കൊരു ചില ആളുകളുണ്ടല്ലോ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ ഒരു പൂമ്പാറ്റ ഇരിക്കുന്ന ഒരു ഫോട്ടോ. ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ലൊരു അട്രാക്ഷൻ ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ചിന്തിച്ചാലും അറിയാം, നമ്മൾ സാധാരണ ഒരു ഫോൺ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര ബ്ലറാക്കിയാൽ പോലും ഈ ഒരു കണ്ടീഷൻ കിട്ടില്ല എന്നുള്ളത്. ഇത് നമ്മളെന്താ ചെയ്യേണ്ടത്, സാധാരണ ക്യാമറ ഓൺ ആക്കിയിട്ട് അതിൽ മാക്രോ ലെൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ മാക്രോ ലെൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഭംഗിയിൽ ഈ ഒരു ഫോട്ടോ കിട്ടുന്നുള്ളതാണ് ഈ മാക്രോ ലെൻസിൻ്റെ പ്രത്യേകത. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ ക്യാമറ മെയിൻ ക്യാമറ, രണ്ടാമതായിട്ട് അൾട്രാ വൈഡ് ഞാൻ പറഞ്ഞു, ഡെപ്ത് സെൻസർ പറഞ്ഞു, ടെലിഫോട്ടോ ലെൻസ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഡെപ്ത് സെൻസർ പറഞ്ഞു. ഇങ്ങനെ 5 ക്യാമറകളായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതല്ലാത്ത മറ്റ് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്കുണ്ട് ഇപ്പോഴും 4 ക്യാമറയുള്ള ഫോൺ കീസായിട്ട് നടക്കുക എന്നല്ലാതെ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് ശരിക്കും അറിയാത്ത ആളുകൾ. അങ്ങനത്തെ ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ പൂർണ്ണമായി കണ്ട എല്ലാവർക്കും നന്ദി.